ആകാശത്ത് ചരട് പൊട്ടിയ പട്ടം പോലെ പാറിപ്പറന്ന് നടക്കുന്ന എന്തോ ഒന്നല്ല ഇന്റർനെറ്റ് കടലിനടിയിലാണ്. അതും ലോകത്തെ 2 ഇന്റർനെറ്റ് ഉണ്ട്. ഒന്ന് അമേരിക്ക കടലിലിട്ടിരിക്കുന്ന കേബിളുകളിലൂടെ പോകുന്ന നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റും, 2 ചൈനയുടെ കേബിളുകളിലൂടെ പോകുന്ന റഷ്യയും ഇറാനും ഒക്കെ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റും. ഞാനും നിങ്ങളുമൊക്കെ പോസ്റ്റ് ഇട്ടും കമൻറ്റ് ചെയ്തും ഗൂഗിൾ പേ ചെയ്തും ലൈവ് കോൾ വിളിച്ചുമൊക്കെ ദിവസവും മുങ്ങിത്താഴുന്ന ഡിജിറ്റൽ ഉട്ടോപ്പിയയുടെ ഭാരം മുഴുവൻ താങ്ങുന്നത് കടലുകളുടെ അടിയിൽ കിടക്കുന്ന കേബിളുകളാണ്. ചെടി നനയ്ക്കുന്ന ഹോസിന്റെ മാത്രം വണ്ണമുള്ള ലക്ഷക്കണക്കിന് കിലോമീറ്റർ നീളമുള്ള ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ. അതിന് പണം മുടക്കിയിരിക്കുന്നത് അതുകൊണ്ട് ആവശ്യമുള്ള ആൾക്കാരാണ്, നമ്മളല്ല. ഗൂഗിളും മെറ്റയും ഹുവാവയും അൽക്കാട്ടലും അടക്കമുള്ള വമ്പൻ കോർപ്പറേറ്റുകൾ. ഈ ഇൻഫർമേഷൻ ഹൈവേകൾ നിയന്ത്രിക്കുന്നവർ ലോകത്തെയും നിയന്ത്രിക്കും. അതുകൊണ്ടാണ് ബില്യൺ കണക്കിന് ഡോളർ മൂല്യമുള്ള അണ്ടർ വാട്ടർ ഡീപ് സീ കേബിൾ നെറ്റ്വർക്കുകൾക്ക് വേണ്ടിയുള്ള യുദ്ധങ്ങളെക്കുറിച്ച് പറയേണ്ടി വരുന്നത്. ഇന്റർനാഷണൽ ഡാറ്റ ട്രാൻസ്ഫറിന്റെ 99% അണ്ടർ വാട്ടർ കേബിളുകൾ വഴിയാണ്. കാരണം കേബിളുകളിലൂടെ കൊടുക്കുന്ന വേഗതയിൽ സാറ്റലൈറ്റുകളിലൂടെ ഇന്റർനെറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കാനാവില്ല. സ്റ്റാർലിങ്ക് പോലുള്ള സാറ്റലൈറ്റ് ഇന്റർനെറ്റിന് വേഗത കുറവാണ്. കേബിൾ ഇന്റർനെറ്റിലൂടെ സെക്കൻഡിൽ 100 കണക്കിന് ടെറാബിറ്റ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം. സാറ്റലൈറ്റ് ഇന്റർനെറ്റിന്റെ ബാൻഡ് വിഡ്ത്ത് ലിമിറ്റഡ് ആണ്. ഒറ്റത്തവണ കേബിൾ ഇട്ടാൽ പിന്നെ കാലാകാലം അതിലൂടെ ഡാറ്റ കൈമാറാം. സാറ്റലൈറ്റുകൾ ലോഞ്ച് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും വലിയ ചെലവ് വരും. ഏത് മോശം കാലാവസ്ഥയിലും കേബിൾ ഇന്റർനെറ്റ് വർക്ക് ചെയ്യും. ഒരു മഴ വന്നാൽ പോലും സാറ്റലൈറ്റ് ഇന്റർനെറ്റ് പണിമുടക്കും. മനുഷ്യന്റെ തലമുടിയേക്കാൾ ഒരിത്തിരി കൂടി മാത്രം കട്ടിയുള്ള ഗ്ലാസ് നാരുകളാണ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. ഇതിലൂടെയാണ് ഒരു ദിവസം ശരാശരി 10 ട്രില്യണിലധികം ഡാറ്റ ട്രാൻസ്ഫറുകൾ നടക്കുന്നതെന്ന് ഓർക്കണം. കടലിന്റെ അടിയിലിടുന്ന ഒരു കേബിളിന്റെ ഉള്ളിൽ ഒരുപാട് ഫൈബർ പെയറുകൾ ഉണ്ടാകും. അതിന് പ്രൊട്ടക്ഷൻ കവറായി വാട്ടർ പ്രൂഫ് പെട്രോളിയം ജെല്ലി, റിപ്പീറ്ററുകൾക്ക് വൈദ്യുതി എത്തിക്കാനുള്ള കോപ്പർ വയറുകൾ, കടലാഴങ്ങളുടെ പ്രഷർ താങ്ങാൻ സ്റ്റീൽ വയർ പ്രൊട്ടക്ഷൻ, ഏറ്റവും പുറത്ത് പോളിയെത്തിലീൻ പ്ലാസ്റ്റിക് കവചം ഒക്കെയുണ്ട്. ഫോണിലോ കമ്പ്യൂട്ടറിലോ നിന്ന് അയക്കുന്ന വീഡിയോയോ ടെക്സ്റ്റോ വോയിസോ അങ്ങനെ ഏത് ഡാറ്റയായാലും ബൈനറി കോഡ് രൂപത്തിൽ ലേസർ തരംഗങ്ങളാക്കി മാറ്റും. ഈ തരംഗങ്ങൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ പ്രിൻസിപ്പിൾ വഴി ഗ്ലാസ് ഫൈബറിലൂടെ സെക്കൻഡിൽ 2 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കും. ഗ്ലാസിലൂടെ കടത്തിവിടുമ്പോൾ ദൂരം കൂടുന്തോറും പ്രകാശത്തിന്റെ തീവ്രത കുറയും. അതിനുവേണ്ടിയാണ് കടലിൽ ഓരോ 80 കിലോമീറ്റർ കഴിയുമ്പോഴും റിപ്പീറ്ററുകളുള്ളത്. ശോഷിച്ചു വരുന്ന ലൈറ്റ് സിഗ്നലുകളെ ഈ റിപ്പീറ്ററുകൾ ബൂസ്റ്റ് ചെയ്ത് പിന്നെയും മുന്നോട്ട് തള്ളും. റിപ്പീറ്ററുകൾ വർക്ക് ചെയ്യാനുള്ള വൈദ്യുതി കടത്തിവിടാനാണ് അണ്ടർ വാട്ടർ കേബിൾ കേസിംഗിൽ കോപ്പർ വയർ കൂടി വച്ചിരിക്കുന്നത്. ഇത്രയാണ് ലളിതമായി ഡീപ് സീ ഒപ്റ്റിക് ഫൈബറിന്റെ പ്രായോഗിക ശാസ്ത്രം. പക്ഷേ നമ്മൾ ഇനി പറയാൻ പോകുന്ന ഈ കേബിൾ ഇടാനുള്ള ബിഗ് ടെക്കുകളുടെ മത്സരവും അതിനുവേണ്ടിയുള്ള യുദ്ധങ്ങളുമാണ് കടുപ്പം. പബ്ലിക് ഡൊമൈനിലേക്ക് അധികം വരാത്ത പ്രോക്സി വാറുകൾ. ആദ്യകാലങ്ങളിലൊക്കെ ഓരോ രാജ്യത്തെയും ദേശീയ ടെലികോം കമ്പനികളാണ് കടലിനടിയിൽ കേബിളുകൾ ഇട്ടിരുന്നത്. അതും ടെലിഫോൺ, ടെലിഗ്രാം സേവനങ്ങൾക്കായി മാത്രം. പിന്നെ ഇന്റർനെറ്റ് വന്നപ്പോൾ സ്വകാര്യ കമ്പനികളെ കൂടി കൂട്ടി കേബിൾ നെറ്റ്വർക്ക് വലുതാക്കി. അതും കഴിഞ്ഞാണ് ഇന്റർനെറ്റ് ട്യൂബിന്റെ വരവ്. ഇന്നിപ്പോൾ ലോകത്തിലെ ഇന്റർനെറ്റ് ഡാറ്റയുടെ 50%ൻ്റെയും കുത്തക 3 കമ്പനികൾക്കാണ്. യൂട്യൂബും ക്ലൗഡുമുള്ള ഗൂഗിൾ, ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വാട്സപ്പുമുള്ള മെറ്റ, പിന്നെ നെറ്റ്ഫ്ലിക്സും. അതുകൊണ്ട് കടലിനടിയിലെ കേബിളുകൾ കൊണ്ട് ഏറ്റവും അധികം ആവശ്യവും അവർക്കാണ്. ടെലികോം കമ്പനികളിൽ നിന്ന് ബാൻഡ് വിഡ്ത്ത് വാടകയ്ക്ക് എടുക്കുന്നതായിരുന്നു ആദ്യമൊക്കെ ഗൂഗിളിൻ്റെയും മെറ്റയുടെയൊക്കെ ശൈലി. പിന്നെ അവർക്ക് മനസ്സിലായി വാടകയ്ക്ക് എടുക്കുന്നതിനേക്കാൾ ലാഭം സ്വന്തമായി കേബിൾ ഇടുന്നതാണ്. ലാഭം മാത്രമല്ല, സ്വന്തം കേബിൾ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ലേറ്റൻസി കുറയ്ക്കാം. ക്ലൗഡ് സർവീസുകൾ മില്ലി സെക്കൻഡുകൾ കൊണ്ട് ആവശ്യക്കാർക്ക് എത്തും. അതും കഴിഞ്ഞ് AI വന്നു. അവർക്കും വേണം ശക്തമായ കേബിൾ നെറ്റ്വർക്ക്. ആവേശകരമായ യുദ്ധം കൊഴുക്കുകയാണ്. ആ ത്രില്ലിംഗ് സ്റ്റോറി പറയാം. ആയിരത്തി 1850 കടലിനടിയിൽ ആദ്യത്തെ കേബിൾ ഇടുന്നത്. യൂറോപ്പിൽ ഇലക്ട്രിക് ടെലഗ്രാഫ് ട്രെൻഡിങ് ആയ കാലം. കരയിൽ പുലിയായിരുന്നു കമ്പിയില്ല കമ്പി. പക്ഷേ കടലിനടിയിലൂടെ അത് നടക്കാത്ത കാര്യമാണെന്ന് ലോകം വിശ്വസിച്ച കാലത്ത് 1850 ജോൺ വാട്കിൻസ് ബ്രൈറ്റ് സ്ഥാപിച്ച ഇംഗ്ലീഷ് ചാനൽ സബ്മറൈൻ ടെലിഗ്രാഫ് കമ്പനി ഒരു കൈവിട്ട കളി കളിച്ചു. അവർ ഇംഗ്ലണ്ടിലെ ഡോവറിൽ നിന്ന് ഫ്രാൻസിലെ കലയിലേക്ക് ഒരു ചെമ്പ് കമ്പി കടലിലൂടെ ഇട്ടു. ഈ കേബിളിന് വാട്ടർ പ്രൂഫ് ഇൻസുലേഷനോ പ്രൊട്ടക്ഷൻ കവറോ ഒന്നുമില്ല. കേബിൾ ഇട്ട് 48 മണിക്കൂർ കഴിയും മുമ്പ് ഈ കേബിളിലൂടെ സിഗ്നൽ പോകാതായി. ഒരു ഫ്രഞ്ച് മീൻപിടുത്തക്കാരൻ അബദ്ധത്തിൽ വലയിൽ കുരുങ്ങിയ കേബിൾ മുറിച്ചെടുക്കുകയായിരുന്നു. ജോൺ വാട്കിൻസിന്റെ കേബിൾ 48 മണിക്കൂറേ സിഗ്നൽ തന്നുള്ളൂ എങ്കിലും കടൽ വെള്ളത്തിലൂടെ തടസ്സമില്ലാതെ ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നലുകൾ അയക്കാൻ പറ്റുമെന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടു. ആ ധൈര്യത്തിലാണ് 1858 ഇംഗ്ലണ്ടിൽ തന്നെ അടുത്ത സാഹസം ഉണ്ടായത്. ആദ്യത്തെ ട്രാൻസ് അറ്റ്ലാന്റിക് ടെലിഗ്രാഫ് കേബിൾ യൂറോപ്പിനെയും വടക്കേ അമേരിക്കയും കേബിളുകളിലൂടെ ബന്ധിപ്പിച്ചത്
ബ്രിട്ടീഷ് അമേരിക്കൻ വ്യവസായിയായ സൈറസ് വെസ്റ്റ് ഫീൽഡിൻ്റെ കമ്പനിയാണ്. അയർലൻഡിലെ വാലൻഷ്യ ഐലൻഡിൽ നിന്ന് ന്യൂഫൗണ്ട്ലാൻഡിലെ ഹാർട്സ് കണ്ടന്റിലേക്ക് 3122 കിലോമീറ്റർ നീളത്തിലായിരുന്നു ആ കേബിൾ. 1858 ഓഗസ്റ്റ് 16 വിക്ടോറിയ രാജ്ഞി അമേരിക്കൻ പ്രസിഡന്റ് ജെയിംസ് ബുക്കാനന് ആ കേബിളിലൂടെ ഒരു ചരിത്ര സന്ദേശം അയച്ചു. 98 വാക്കുകളുള്ള ഈ മെസ്സേജ് അമേരിക്കൻ വൻകരയിലെത്തി ഡീകോഡ് ചെയ്യാൻ 16 മണിക്കൂറിലധികം സമയമെടുത്തു. ആദ്യത്തെ ട്രാൻസ് അറ്റ്ലാന്റിക് ടെലിഗ്രാഫ് കേബിളിനും ആഴ്ചകൾ മാത്രമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. ഇംഗ്ലണ്ടിൽ നിന്ന് കേബിൾ നെറ്റ്വർക്കിലേക്ക് ഓവർ വോൾട്ടേജ് കൊടുത്തപ്പോൾ സെപ്റ്റംബർ 1 കേബിളിൻ്റെ ഇൻസുലേഷൻ കത്തി, സിഗ്നലുകൾ നിലച്ചു. എന്നാലും ലോകത്തിന് ധൈര്യം കൂടി. ചില പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിച്ചാൽ കടലിനടിയിലൂടെ കമ്പിയില്ലാ കമ്പി മെസ്സേജുകൾ പറക്കും. അവർ പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തു. 1860കളിൽ യൂറോപ്പിലെ ചെറിയ കടലിടുക്കുകളിലെല്ലാം ടെലിഗ്രാഫ് സർവീസ് കൊടുക്കാൻ കടലിനടിയിലൂടെ കേബിളിട്ടു. അത് മാസങ്ങളോളം വർക്ക് ചെയ്തു. വീണ്ടും യൂറോപ്പിനെയും അമേരിക്കയെയും ബന്ധിപ്പിക്കാൻ അവർ തയ്യാറായി. അക്കാലത്തെ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ കപ്പലായ SS ഗ്രേറ്റ് ഈസ്റ്റേണിനെയാണ് ഈ ദൗത്യം ഏൽപ്പിച്ചത്. ആയിരക്കണക്കിന് ടൺ ഭാരമുള്ള കേബിളുകൾ ഒറ്റയടിക്ക് കൊണ്ടുപോയി വിരിക്കാൻ ശേഷിയുള്ള അന്നത്തെ ഒരേയൊരു കപ്പലായിരുന്നു ഗ്രേറ്റ് ഈസ്റ്റേൺ. കപ്പൽ റെഡിയാണ്. അപ്പോഴും പ്രധാന വെല്ലുവിളി അവിടെ അതുപോലെ തന്നെയുണ്ട്. വർഷങ്ങളോളം കടൽ വെള്ളത്തിൻ്റെ ഉപ്പും ലവണങ്ങളും അതിജീവിക്കാൻ പറ്റുന്ന വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻ AD 1860 കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. വൈകാതെ അതിനും പരിഹാരമുണ്ടായി. 1861 ഗുട്ടാ പെർച്ച എന്നൊരു നാച്ചുറൽ ലാറ്റക്സ് കണ്ടുപിടിച്ചു. നമ്മുടെ റബ്ബറിൻ്റെ കറ പോലൊരു സാധനം. മലേഷ്യയിലും ഇന്തോനേഷ്യയിലും വളരുന്ന ഗുട്ടാ മരങ്ങളിൽ നിന്നാണ് ഈ കറ കിട്ടുന്നത്. തണുത്ത കടൽ വെള്ളത്തിൽ ഗുട്ടാ പെർച്ച കൂടുതൽ ഹാർഡാവും. വെള്ളം തീരെ ഉള്ളിലേക്ക് കടത്തിവിടാത്ത ഒന്നാന്തരം ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ. ബ്രിട്ടൻ്റെ കോളനിയായിരുന്ന മലേഷ്യയിൽ നിന്ന് ഗുട്ടാ പെർച്ച കപ്പൽ കണക്കിനെത്തി. കേബിളുകൾ ഈ കറയിൽ പൊതിഞ്ഞു. പൂർത്തിയായ കേബിൾ SS ഗ്രേറ്റ് ഈസ്റ്റേൺ കപ്പലിൽ ലോഡ് ചെയ്തു. 1864 കേബിൾ കടലിലേക്ക് ഇടാൻ തുടങ്ങി. 1866 കപ്പൽ അതിൻ്റെ ജോലി വിജയകരമായി പൂർത്തിയാക്കി. അന്ന് തുടങ്ങി കടലിനടിയിലെ കേബിൾ നെറ്റ്വർക്കിൽ ബ്രിട്ടൻ്റെ ഏകാധിപത്യം. കൊളോണിയൽ കാലത്ത് ലോക ഭൂപടങ്ങളിൽ ബ്രിട്ടീഷ് കോളനികളെല്ലാം ചുവപ്പ് നിറത്തിലാണ് അടയാളപ്പെടുത്തിയിരുന്നത്. കടലിനടിയിലെ കേബിളുകളുടെ ലാൻഡിംഗ് പോയിന്റുകൾ മുഴുവൻ ബ്രിട്ടീഷ് പ്രദേശങ്ങളിൽ മാത്രവും. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കരുത്ത് ലോക മാപ്പിൽ കാണണമെന്നുള്ളവർക്ക് ആ ചുവന്ന കരയിലും കടലിലെ ചുവന്ന വരകളിലും നോക്കിയാൽ മതിയായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധം വരെ 70% സബ്മറൈൻ കേബിളുകളും ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. ഗുട്ടാ പെർച്ച ഇൻസുലേഷൻ കറ കിട്ടിയിരുന്നത് ബ്രിട്ടീഷ് കോളനികളിൽ നിന്ന് മാത്രവും. ലോകം കമ്പിയില്ല കമ്പിയിലൂടെ സന്ദേശം അയക്കാൻ റോയൽ മെയിൽ സർവീസിനെ ആശ്രയിച്ചു. ബ്രിട്ടന് കപ്പം കൊടുക്കാതെ സന്ദേശങ്ങളൊന്നും കടൽ കടന്നില്ല. ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങിയപ്പോൾ കഥ മാറി. യുദ്ധം ചെയ്യിക്കാൻ സബ്മറൈൻ കേബിളുകൾ വേണമെന്നായതോടെ ബ്രിട്ടൻ്റെ കേബിളുകൾ ശത്രുക്കൾ ലക്ഷ്യം വെച്ചു. 1914 ഓഗസ്റ്റ് 5 ഒന്നാം ലോക യുദ്ധം പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കകം ബ്രിട്ടീഷ് കേബിൾ കപ്പലായ CS അലേർട്ട് ഇംഗ്ലീഷ് ചാനലിൽ മുങ്ങി. ബ്രിട്ടൻ അതേ നാണയത്തിൽ തിരിച്ചടിച്ചു. ജർമ്മനിയുടെ പ്രധാനപ്പെട്ട 5 അറ്റ്ലാന്റിക് കേബിളുകൾ അവർ മുറിച്ചു മാറ്റി. ബെർലിന് വടക്കേ അമേരിക്കയുമായുള്ള ടെലിഗ്രാഫ് ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടു. 2 ലോകയുദ്ധങ്ങൾ കഴിഞ്ഞപ്പോൾ കടലിനടിയിലെ കേബിൾ ടെക്നോളജിയും വളരെ മാറിയിരുന്നു. കടൽ കടന്നുള്ള കമ്പിയില്ല കമ്പിയിൽ നിന്ന് നേരിട്ടുള്ള ടെലിഫോൺ കോളുകളിലേക്ക് കമ്മ്യൂണിക്കേഷൻ മാറിയത് 1956 അമേരിക്കയിലെ AT&T, ബ്രിട്ടീഷ് പോസ്റ്റ് ഓഫീസ്, കനേഡിയൻ ഓവർസീസ് ടെലികമ്മ്യൂണിക്കേഷൻ കോർപ്പറേഷൻ എന്നിവ സംയുക്തമായി ആദ്യത്തെ കൊമേഴ്സ്യൽ അറ്റ്ലാന്റിക് ടെലിഫോൺ കേബിൾ കടലിലിട്ടു. പേര് TAT-1, ട്രാൻസ് അറ്റ്ലാന്റിക് 1. ഹൈ ബാൻഡ്വിഡ്ത്തുള്ള കോആക്സിയൽ കേബിളാണ് യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് നീണ്ടത്. സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യാൻ വാക്വം ട്യൂബ് റിപ്പീറ്ററുകളും ബൂസ്റ്ററുകളും ഉണ്ടായിരുന്നു. ഒരേ സമയം 36 ടെലിഫോൺ സംഭാഷണങ്ങൾ നടത്താൻ പറ്റുന്ന വോയിസ് ചാനലുകൾ ഇതിലുണ്ടായിരുന്നു. അങ്ങനെയാണ് മനുഷ്യ ശബ്ദം ആദ്യമായി കടലിനടിയിലൂടെ മറുകര കണ്ടത്. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴേക്കും ഇനി ലോകം ഭരിക്കുക ഇൻ്റർനെറ്റ് ആയിരിക്കും എന്ന നരേറ്റീവുകൾ വ്യാപകമായി. അതിന് ഇൻഫ്രാസ്ട്രക്ചർ വേണം. അങ്ങനെയാണ് 1988 ട്രാൻസ് അറ്റ്ലാന്റിക് നമ്പർ 8 കേബിൾ കടലിൽ വിന്യസിച്ചത്. ഗ്ലോബൽ ടെലികമ്മ്യൂണിക്കേഷൻ ചരിത്രത്തിൽ ആദ്യമായി ഇലക്ട്രിക്കൽ സിഗ്നലുകൾ വഹിക്കുന്ന പരമ്പരാഗത കോപ്പർ കേബിളുകളിൽ നിന്ന് പ്രകാശ തരംഗങ്ങൾ ഉപയോഗിച്ച് വിവരങ്ങൾ കൈമാറുന്ന ഫൈബർ ഒപ്റ്റിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ചത് ട്രാൻസ് അറ്റ്ലാന്റിക് 8 AT&Tയും ഫ്രാൻസ് ടെലികോമും ബ്രിട്ടീഷ് ടെലികോമുമാണ് പദ്ധതിക്ക് ഫണ്ട് ചെയ്തത്. ഒരു സമയം 40,000 ഫോൺ കോളുകൾ ഡീൽ ചെയ്യാൻ ശേഷിയുള്ള ലൈനാണ് ട്രാൻസ് അറ്റ്ലാന്റിക് 8. 280 Mbps ആണ് വേഗത. 90കളുടെ തുടക്കത്തിൽ വേൾഡ് വൈഡ് വെബ്, ജൈത്രയാത്ര തുടങ്ങിയപ്പോഴുണ്ടായ ഹെവി ഡാറ്റ ആവശ്യങ്ങൾക്ക് ബാൻഡ്വിഡ്ത്ത് നൽകിയത് TAT-8 തുടക്കമിട്ട ഈ പുതിയ സാങ്കേതികവിദ്യയാണ്. 1990കളിൽ കടലിനടിയിലുള്ള കേബിളുകളുടെ നിർമ്മാണവും ഫണ്ടിങ്ങും നാഷണൽ പോളിസിയായിരുന്നു. ഓരോ വികസിത രാജ്യത്തെയും ടെലികോം കമ്പനികൾ കൺസോർഷ്യം ഉണ്ടാക്കിയാണ് ഫണ്ട് ഇറക്കിയത്. ഷെയറിനനുസരിച്ച് ഓരോ രാജ്യത്തെയും കമ്പനികൾക്ക് കേബിളിൻ്റെ ബാൻഡ്വിഡ്ത്ത് പങ്കിട്ട് കൊടുത്തു. കടലിൻ്റെ അടിത്തട്ടിൽ കേബിളിടാൻ അക്കാലത്ത് കൂറ്റൻ കമ്പനികളുണ്ടായിരുന്നു.
അമേരിക്കൻ സബ്കോം, ഫ്രാൻസിലെ അൽക്കാട്ടൽ സബ്മറൈൻ നെറ്റ്വർക്ക്, ജപ്പാനിലെ NEC എന്നിവ. ബാൻഡ്വിഡ്ത്ത് ദരിദ്ര രാജ്യങ്ങൾക്ക് വിറ്റ് സമ്പന്ന രാജ്യങ്ങളിലെ ടെലികോം കമ്പനികൾ വലിയ ലാഭം ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ പ്രൈവറ്റ് കമ്പനികൾക്കും ഇരിക്കപ്പുറതയില്ലാതായി. അവരും കടലിലേക്ക് ഇറങ്ങി. ഗ്ലോബൽ ക്രോസിംഗ് എന്നൊരു കമ്പനിയായിരുന്നു അതിൽ മുമ്പൻ. അവർ സ്വന്തമായിട്ട് കേബിളുകൾ നിർമ്മിച്ച് കടലിലിട്ട് ബാൻഡ്വിഡ്ത്ത് മാർക്കറ്റിൽ വിൽക്കാൻ തുടങ്ങി. ഇന്റർനെറ്റ് കുതിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഗ്ലോബൽ ക്രോസിംഗ് വൻ തുക ലോൺ എടുത്ത് നിക്ഷേപം നടത്തിയത്. പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ബാൻഡ്വിഡ്ത്ത് ശേഷി കൂടി. പക്ഷേ അതിനനുസരിച്ച് ഇന്റർനെറ്റിന് യൂസർമാരുണ്ടായിരുന്നില്ല. 2001 .com ബബിൾ തകർന്നപ്പോൾ ഗ്ലോബൽ ക്രോസിംഗ് അടക്കമുള്ള കമ്പനികളെല്ലാം പാപ്പരായി. ഈ തകർച്ച താൽക്കാലികമായി സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയെങ്കിലും ഉപയോഗിക്കപ്പെടാതെ കടലിന്റെ അടിത്തട്ടിൽ കിടന്ന ആയിരക്കണക്കിന് മൈൽ ഫൈബർ കേബിളുകൾ, ഡാർക്ക് ഫൈബർ എന്ന് വിളിക്കപ്പെട്ട കേബിളുകൾ, പിന്നീട് ഗൂഗിൾ, യാഹൂ, യൂട്യൂബ് തുടങ്ങിയ വെബ് പ്ലാറ്റ്ഫോമുകളുടെ അതിവേഗ വളർച്ചയ്ക്ക് വളരെ കുറഞ്ഞ ചെലവിൽ വലിയ ബാൻഡ്വിഡ്ത്ത് കൊടുത്തു. ആ കഥ പിന്നാലെ പറയാം. കാശ് കണ്ടാൽ ചൈന അങ്ങോട്ട് വന്നു. 2008 ചൈനീസ് ടെലികോം ഭീമൻ ഹുവാവേ ബ്രിട്ടനിലെ ഗ്ലോബൽ മറൈൻ സിസ്റ്റംസുമായി കൈകോർത്ത് ഹുവാവേ മറൈൻ നെറ്റ്വർക്ക്സ് എന്നൊരു കേബിൾ ലൈൻ നെറ്റ്വർക്ക് ഉണ്ടാക്കി. അന്നു മുതൽ ഗ്ലോബൽ സബ്മറൈൻ കേബിൾ മാർക്കറ്റിന്റെ സ്റ്റെബിലിറ്റി ഉലയാൻ തുടങ്ങി. അമേരിക്കൻ സബ്കോമിനെയും അൽക്കാട്ടൽ സബ്മറൈൻ നെറ്റ്വർക്സിനെയും ജപ്പാനിലെ NECയെയും ഹുവാവേ നിവർന്നു നിന്ന് വെല്ലുവിളിച്ചു. ചൈനീസ് വികസന ബാങ്കുകളുടെ അവസാനിക്കാത്ത പണപ്പെട്ടിയുടെ സപ്പോർട്ടുണ്ടായിരുന്നു ഹുവാവേക്ക്. അവർ വളരെ കുറഞ്ഞ നിരക്കിൽ കടലിനടിയിൽ കേബിളുകൾ ഇടാൻ ടെൻഡറുകൾ കൊടുത്തു. വികസിത രാജ്യങ്ങൾക്കിടയിലുള്ള കേബിൾ റൂട്ടുകൾക്ക് പകരം ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക തുടങ്ങി വളർന്നു വരുന്ന വിപണികളിലാണ് ഹുവാവേ മറൈൻ നെറ്റ്വർക്ക് പ്രൊജക്റ്റുകൾ ഏറ്റെടുത്തത്. കുറഞ്ഞ കാലത്തിനുള്ളിൽ ലോകമെമ്പാടുമായി 100-ലധികം കേബിൾ പ്രൊജക്റ്റുകളും ബാൻഡ്വിഡ്ത്ത് എൻഹാൻസ്മെന്റും പൂർത്തിയാക്കാൻ ഹുവാവേക്ക് കഴിഞ്ഞു. ഹുവാവേ ഭീഷണിയായി വളരുമ്പോൾ 2013 മറ്റൊരു ബോംബ് വീണു. 2013 ജൂണിൽ എഡ്വേർഡ് സ്നോഡൻ വിക്കിലീക്സിലൂടെയാണ് ബോംബിട്ടത്. അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയായ NSAയും ബ്രിട്ടന്റെ GCHQവും കടലിനടിയിലെ ഒപ്റ്റിക് ഫൈബർ കേബിളുകൾ കരയിൽ റിസീവ് ചെയ്യുന്ന ലാൻഡിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ ചോർത്തുന്നുണ്ട് എന്നായിരുന്നു സ്നോഡന്റെ വെളിപ്പെടുത്തൽ. ടെലികോം കമ്പനികളുടെ അറിവോടെയും അല്ലാതെയും കേബിളുകളിൽ നിന്ന് ഒപ്റ്റിക്കൽ പ്രിസം ഉപയോഗിച്ച് വിവരങ്ങൾ കോപ്പി ചെയ്യുന്ന ടെമ്പോറ പോലുള്ള സീക്രട്ട് പ്രൊജക്റ്റുകളെക്കുറിച്ച് സ്നോഡൻ ലോകത്തെ അറിയിച്ചു. ഇതോടെ സബ്മറൈൻ കേബിളുകൾ ഹൈ സ്റ്റേക്സ് ഉള്ള നാഷണൽ സെക്യൂരിറ്റി അസറ്റ്സ് ആണെന്ന് രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു. ഏത് രാജ്യത്താണ് കേബിൾ നിർമ്മിക്കുന്നത്, ഏത് രാജ്യങ്ങളുടെ ലാൻഡിംഗ് സ്റ്റേഷനിലൂടെയാണ് ഡാറ്റ കടന്നു പോകുന്നത് എന്നതൊക്കെ നയതന്ത്ര വിഷയങ്ങളായി മാറി. ഇത്തരമൊരു സെൻസിറ്റീവ് ബിസിനസ്സിൽ അമേരിക്കയിലെയും ചൈനയിലെയും കമ്പനികൾ മത്സരിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി. അവിടെയും നിന്നില്ല. 2013 ചൈന ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായി ഡിജിറ്റൽ സിൽക്ക് റോഡ് പദ്ധതി പ്രഖ്യാപിച്ചു. ഗ്ലോബൽ ഇൻഫർമേഷൻ ഫ്ലോയിൽ ചൈനീസ് ആധിപത്യം സ്ഥാപിക്കലായിരുന്നു ലക്ഷ്യം. സബ്മറൈൻ കേബിളുകൾ, 5G നെറ്റ്വർക്കുകൾ, ഡാറ്റാ സെന്ററുകൾ ഇതൊക്കെ പദ്ധതിയിലുണ്ടായിരുന്നു. ഹുവാവേയുടെ കടലിൽ കേബിൾ ഇടുന്ന കമ്പനിക്ക് ആയിരക്കണക്കിന് കോടി ഡോളറിന്റെ സബ്സിഡി കൊടുത്തു. അങ്ങനെയാണ് ചൈന അവരുടെ പീസ് കേബിൾ PEACE പാകിസ്ഥാൻ ഈസ്റ്റ് ആഫ്രിക്ക കണക്റ്റിംഗ് യൂറോപ്പ് സാധ്യമാക്കിയത്. പാകിസ്ഥാനിൽ നിന്ന് തുടങ്ങി കിഴക്കൻ ആഫ്രിക്ക വഴി യൂറോപ്പിലേക്ക് നീളുന്ന ഈ കേബിളിലൂടെ അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള നെറ്റ്വർക്കുകളെ ഒഴിവാക്കി വിവരങ്ങൾ കൈമാറാൻ ചൈനയ്ക്ക് സാധിച്ചു. അവർക്ക് ഗൂഗിളിനെയും മെറ്റയെയും എല്ലാം രാജ്യത്തിന് വെളിയിൽ നിർത്താൻ പറ്റി. അമേരിക്കയും യൂറോപ്പും ചൈനീസ് കടന്നുകയറ്റത്തിൽ ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുമ്പോഴാണ് കടലിലേക്ക് അടുത്ത കളിക്കാരെത്തിയത്. അതുവരെ കേബിൾ ലൈൻ കമ്പനികളിൽ നിന്നും ടെലികോം ഓപ്പറേറ്റർമാരിൽ നിന്നും ബാൻഡ്വിഡ്ത്ത് വാടകയ്ക്ക് എടുത്തിരുന്ന ഗൂഗിളും മെറ്റയും മൈക്രോസോഫ്റ്റും ആമസോണും അവരുടെ സ്വന്തം മറൈൻ കേബിൾ കമ്പനികൾ ഉണ്ടാക്കാൻ തുടങ്ങി. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും HD വീഡിയോകളും സോഷ്യൽ മീഡിയയും അവസാനമില്ലാത്ത വരുമാനം കൊണ്ടുവന്നപ്പോൾ ടെക് ഭീമന്മാർക്ക് വലിയ ബാൻഡ്വിഡ്ത്ത് വേണ്ടിയിരുന്നു. എത്ര വാടകയ്ക്കെടുത്താലും അടുത്ത മാസം ബാൻഡ്വിഡ്ത്ത് മതിയാകാത്ത അവസ്ഥ. അതാണ് അവർ സ്വന്തം കേബിളുകൾ കടലിൽ ഇടാൻ തുടങ്ങിയത്. ഗൂഗിളിന്റെ 2 വൻകിട കേബിൾ പ്രൊജക്റ്റുകൾ ഡ്യുനാൻഡ്, എക്യുവാന എന്നിവ റെക്കോർഡ് വേഗത്തിലാണ് പൂർത്തിയായത്. അമേരിക്കയിലെ വെർജീനിയ ബീച്ചിൽ നിന്ന് ഫ്രാൻസിലെ സാൻ ഹിലേർ ഡി റെയ്സ് വരെ 6600 കിലോമീറ്റർ നീളമുള്ള അണ്ടർ വാട്ടർ കേബിൾ പ്രൊജക്റ്റാണ് ഗൂഗിളിന്റെ ഡ്യുനാൻഡ്. പോർച്ചുഗലിലെ സെസിംബ്രയിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗൺ വരെ 15000 കിലോമീറ്റർ നീളത്തിലാണ് എക്യുവാന പ്രൊജക്റ്റിന് വേണ്ടി ഗൂഗിൾ കടലിൽ കേബിളിട്ടത്. അതിനുശേഷം മെറ്റയും മൈക്രോസോഫ്റ്റുമായി ചേർന്ന് ഗൂഗിൾ മാരിയ എന്നൊരു ഡീപ് സീ കേബിൾ പ്രൊജക്റ്റ് പൂർത്തിയാക്കി. സ്പെയിനിലെ ബിൽബാവോ മുതൽ അമേരിക്കയിലെ വെർജീനിയ ബീച്ച് വരെ നീളുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെയുള്ള അതിവേഗ ഡാറ്റ ട്രാൻസ്ഫർ കേബിളാണിത്. ആമസോൺ അവരുടെ ക്ലൗഡിന് വേണ്ടി അമേരിക്കയിലെ മേരിലാൻഡിനെയും അയർലൻഡിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഫാസ്റ്റ്നെറ്റ് എന്ന പേരിൽ 7000 കിലോമീറ്റർ നീളത്തിൽ കേബിൾ ഇട്ടിട്ടുണ്ട്. പസഫിക് സമുദ്രത്തിന് കുറുകെ സിംഗപ്പൂർ, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ എന്നിവയെ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന കേബിൾ ശൃംഖലയായ ബൈഫ്രോസ്റ്റിൽ ആമസോൺ പങ്കാളിയാണ്. ജപ്പാനെയും അമേരിക്കയും ബന്ധിപ്പിക്കുന്ന അണ്ടർസീ കേബിൾ സിസ്റ്റമായ ജൂപ്പിറ്ററിലും
ആമസോണിന് നിക്ഷേപമുണ്ട്. അയർലൻഡിനെയും UK-യെയും ബന്ധിപ്പിക്കാൻ വോഡാഫോണുമായി ചേർന്ന് നിർമ്മിക്കുന്ന ബ്യൂഫോർട്ട് ഉൾപ്പെടെയുള്ള കടലിൽ കേബിളിടൽ പദ്ധതികൾ ആമസോണിൻ്റെയാണ്. മൈക്രോസോഫ്റ്റ് അവരുടെ അസൂർ ക്ലൗഡ് ഇക്കോസിസ്റ്റം വേഗത്തിലാക്കാൻ ആഗോള പങ്കാളികളുമായി ചേർന്ന് നിർണായകമായ ചില കേബിളുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അറ്റ്ലാന്റിക്കിന് കുറുകെ അമിറ്റി എന്ന പേരിലും ആഫ്രിക്കൻ വൻകര ചുറ്റി യൂറോപ്പും മിഡിൽ ഈസ്റ്റും കണക്ട് ചെയ്യുന്ന ടു ആഫ്രിക്ക പ്രൊജക്റ്റിലും മൈക്രോസോഫ്റ്റിന് കടലിൽ കേബിളുണ്ട്. പുതിയ കളിക്കാരൊക്കെ വന്ന് കളം ഉഷാറായി മുന്നോട്ട് പോകുമ്പോഴാണ് ചൈനയെയും ഹുവാവയെയും ഒന്ന് വളഞ്ഞിട്ട് പിടിക്കാൻ തക്കം നോക്കിയിരുന്ന അമേരിക്കൻ യൂറോപ്യൻ യൂണിയൻ റെഗുലേറ്റർമാർക്ക് 2019 പറ്റിയ വള്ളി കിട്ടിയത്. 2019 ഡിസംബറിൽ ഗൂഗിളും മെറ്റയും ചേർന്ന് നിർമ്മാണം പൂർത്തിയാക്കിയ പദ്ധതിയായിരുന്നു പസഫിക് ലൈറ്റ് കേബിൾ നെറ്റ്വർക്ക് എന്ന PLCN. ഹൈസ്പീഡ് ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടി ലോസ് ആഞ്ചൽസിനെയും ഹോങ്കോങ്ങിനെയും കണക്ട് ചെയ്താണ് 12,800 കിലോമീറ്റർ ദൂരത്തിൽ കേബിൾ കടലിലിട്ടത്. അവിടെ അമേരിക്ക ഇടപെട്ടു. 2019 ഹോങ്കോങ് തീച്ചൂടയിൽ നിൽക്കുന്ന സമയമാണ്. ചൈന കൊണ്ടുവന്ന ദേശീയ സുരക്ഷാ നിയമത്തിനെതിരെ ജനങ്ങളാകെ തെരുവിൽ. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ പസഫിക് വിൻഡോ മുഴുവൻ ഹോങ്കോങ്ങിൽ തമ്പടിച്ചിരിക്കുന്നു. US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റും പ്രതിരോധ മന്ത്രാലയവും സംയുക്തമായി ഒരു ഫെഡറൽ കമ്മിറ്റിയുണ്ട് അമേരിക്കയിൽ. പേര് ടീം ടെലികോം. അവർ സുന്ദർ പിച്ചയെ വിളിച്ചു വരുത്തി. PLCN കേബിളിൻ്റെ ഹോങ്കോങ് ലാൻഡിംഗ് സ്റ്റേഷനാണ് പ്രശ്നം. ഒരറ്റത്ത് ഹോങ്കോങ്ങും മറുവശത്ത് അമേരിക്കയും എന്നുള്ളത് അമേരിക്കൻ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. ചൈനീസ് സീക്രട്ട് സർവീസിന് അമേരിക്കൻ പൗരന്മാരുടെ ഡാറ്റ ചോർത്താനുള്ള എളുപ്പ വഴിയാണിതെന്ന് ടീം ടെലികോം ഭീഷണിപ്പെടുത്തി. റൂട്ട് മാറ്റിയില്ലെങ്കിൽ ഗൂഗിളിന് പലതും അനുഭവിക്കേണ്ടി വരുമെന്നും അവർ മുന്നറിയിപ്പ് കൊടുത്തു. നിലനിൽപ്പിൻ്റെ പേടികൊണ്ട് ഹോങ്കോങ്ങിലേക്കുള്ള കേബിൾ നെറ്റ്വർക്ക് ഉപേക്ഷിക്കാൻ ഗൂഗിളും മെറ്റയും നിർബന്ധിതരായി. അവർ റൂട്ട് മാറ്റി തായ്വാനിലേക്കും ഫിലിപ്പീൻസിലേക്കും മാത്രമായി അത് ചുരുക്കി. പസഫിക് ക്രോസ് ചെയ്ത് ലോകത്തിന് പ്രധാന ഇൻ്റർനെറ്റ് ഹബ്ബാവാനുള്ള ഹോങ്കോങ്ങിൻ്റെ സ്വപ്നമാണ് പൊലിഞ്ഞത്. അന്നു മുതൽ US ചൈനയുമായി കടലിനടിയിലൂടെ ഡാറ്റ എത്തിക്കുന്ന യുഗത്തിനും എന്നേക്കുമായി അവസാനം വന്നു. എന്തായാലും ആ സംഭവത്തോടെയാണ് ലോകം അണ്ടർ വാട്ടർ കേബിളുകളുടെ ജിയോ പൊളിറ്റിക്സ് കാര്യമായി ചർച്ച ചെയ്യുന്നത്. ഇതിനിടെ ഓസ്ട്രേലിയയും ചൈനയ്ക്കിട്ടൊരു പണി കൊടുത്തു. 2017 സിഡ്നിയെ സോളമൻ ദ്വീപുകളുമായി ബന്ധിപ്പിക്കുന്ന സബ്മറൈൻ കേബിൾ നിർമ്മിക്കാൻ ഹുവാവേ മറൈൻ നെറ്റ്വർക്ക്സിന് കരാർ കിട്ടിയിരുന്നു. കടലിൽ കേബിളിട്ട് ഓസ്ട്രേലിയൻ നാഷണൽ നെറ്റ്വർക്കിലേക്ക് ചൈനക്കാർ നുഴഞ്ഞു കയറിയാൽ സൈബർ സെക്യൂരിറ്റി കുഴപ്പമാകുമെന്ന് ഓസ്ട്രേലിയ കണ്ടു. ഓസ്ട്രേലിയൻ ഗവൺമെൻറ് നേരിട്ടിടപെട്ട് സോളമൻ ദ്വീപുകളിലെ ഹുവാവയുടെ കരാർ റദ്ദാക്കി. ഓസ്ട്രേലിയ അവരുടെ വിദേശകാര്യ വികസന ഫണ്ടിൽ നിന്ന് പണം മുടക്കി കോറൽ സീ കേബിൾ സിസ്റ്റം സ്വന്തമായി നിർമ്മിച്ച് സോളമൻ ഐലൻഡ്സിനും പാപ്പുവ ന്യൂഗിനിയയ്ക്കും സൗജന്യമായി കൊടുത്തു. സബ്മറൈൻ കേബിൾ മാർക്കറ്റിലെ ഡിജിറ്റൽ കോൾഡ് വാർ തുടരുകയായിരുന്നു. അധികമൊന്നും വൈകിയില്ല. കടലിനടിയിലെ കേബിളുകളിൽ അമേരിക്കയും ചൈനയും നേരിട്ട് ഏറ്റുമുട്ടാൻ തുടങ്ങി. 2020 അമേരിക്ക ഹുവാവേ മറൈൻ നെറ്റ്വർക്ക്സിന് ഉപരോധം ഏർപ്പെടുത്തി. നിങ്ങളിനി കടലിൽ കേബിളിട്ട് ലോകത്തിൻ്റെ ഡാറ്റ ചൈനയ്ക്ക് ചോർത്തി കൊടുക്കേണ്ട എന്ന് അമേരിക്ക വ്യക്തമായി പറഞ്ഞു. അത് ഹുവാവയ്ക്ക് ഇരുട്ടടിയായിരുന്നു. ഉപരോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ എല്ലാ വഴിയും നോക്കി. 2020 തന്നെ ചൈനയിലെ മറ്റൊരു കേബിൾ നിർമ്മാതാക്കളായ ഹെങ്ടോങ് ഗ്രൂപ്പ് ഹുവായ് മറൈൻ്റെ ഭൂരിഭാഗം ഓഹരികളും വാങ്ങി കമ്പനിയെ HMN ടെക്നോളജീസ് എന്ന പേര് മാറ്റി. തൽക്കാലത്തേക്ക് അമേരിക്കൻ ഉപരോധങ്ങളിൽ നിന്ന് ആശ്വാസം കിട്ടാനും അന്താരാഷ്ട്ര ടെൻഡറുകളിൽ പങ്കെടുക്കാനുമുള്ള നടപടി മാത്രം. അതുകൊണ്ട് പക്ഷേ എല്ലാം അവസാനിച്ചില്ല. 2021 US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കടലിനടിയിലെ കേബിളുകൾ നിയന്ത്രിക്കാൻ ഒരു നയം കൊണ്ടുവന്നു. ക്ലീൻ കേബിൾ ഇനീഷ്യേറ്റീവ് എന്നായിരുന്നു പേര്. 5G നെറ്റ്വർക്കിൽ മാത്രമല്ല, സമുദ്രത്തിനടിയിലെ കേബിളുകൾ, ലാൻഡിംഗ് സ്റ്റേഷനുകൾ, കേബിൾ അറ്റകുറ്റപ്പണി നടത്തുന്ന കപ്പലുകൾ എന്നിവയിൽ നിന്ന് ചൈനീസ് കമ്പനികളെ പൂർണ്ണമായി ഒഴിവാക്കാൻ അമേരിക്ക ക്യാമ്പയിൻ നടത്തി. ഇതിലൊരു തുറന്ന ചൈനീസ് അമേരിക്കൻ യുദ്ധം നടന്നത് ഈസ്റ്റ് മൈക്രോനേഷ്യയിലാണ്. പസഫിക് മഹാസമുദ്രത്തിലെ ചെറിയ ദ്വീപ് രാഷ്ട്രങ്ങളായ നൗറു, കിരിബാത്തി, മൈക്രോനേഷ്യ എന്നിവയെ ബന്ധിപ്പിക്കുന്ന ഐലൻഡ് കേബിൾ പദ്ധതിയായ ഈസ്റ്റ് മൈക്രോനേഷ്യ കേബിൾ പ്രൊജക്ട് ജിയോ പൊളിറ്റിക്സിലെ പോരാട്ട വേദിയായി മാറി. ചൈനയുടെ HMN ടെക് എതിരാളികളെക്കാൾ 20% കുറഞ്ഞ തുക നൽകി ലേലം ഉറപ്പിക്കാൻ ശ്രമിച്ചു. അമേരിക്കയും ജപ്പാനും ഇതിനെതിരെ വന്നു. ചൈനീസ് കമ്പനിക്ക് കരാർ നൽകിയാൽ പ്രദേശത്തിൻ്റെ സുരക്ഷ അപകടത്തിലാകുമെന്ന് അവർ മുന്നറിയിപ്പ് കൊടുത്തു. സമ്മർദ്ദം കൂടിയപ്പോൾ ആദ്യ ലേലം റദ്ദാക്കി കരാർ ജാപ്പനീസ് കമ്പനിയായ NECക്ക് കൊടുത്തു. തീർന്നില്ല. 2022 കടലിനടിയിൽ വീണ്ടും പൊട്ടിത്തെറിയുണ്ടായി. തെക്ക് കിഴക്കൻ ഏഷ്യയെ മിഡിൽ ഈസ്റ്റ് വഴി പടിഞ്ഞാറൻ യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന 19,200 കിലോമീറ്റർ ദൈർഘ്യമുള്ള കൂറ്റൻ കേബിൾ പദ്ധതിയാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ മിഡിൽ ഈസ്റ്റ് വെസ്റ്റേൺ യൂറോപ്പ് 6 എന്ന CMEV6. $600 മില്യൺ പദ്ധതിക്ക് ചെലവ്. അവിടെയും തുടങ്ങി ചൈന അമേരിക്ക യുദ്ധം. ആദ്യം ഹുവാവയുടെ HMN ടെക്കിനാണ് കരാർ കൊടുത്തത്. അമേരിക്ക ഇതിനും അടക്കുവച്ചു. സഖ്യരാജ്യങ്ങളിൽ പ്രഷർ ചെലുത്തി അവർ കരാർ റദ്ദാക്കിച്ചു. എന്നിട്ട് അമേരിക്കൻ കമ്പനിയായ സബ്കോമിന് കരാർ ഉറപ്പിച്ചു. അതിനുവേണ്ടി സബ്കോമിന് കോടിക്കണക്കിന് ഡോളറിൻ്റെ സബ്സിഡിയും കൊടുത്തു. ചൈന വെറുതെ ഇരുന്നില്ല. അവരുടെ 2 കമ്പനികൾ ചൈന മൊബൈൽ, ചൈന ടെലികോം എന്നിവർ CMEV6 സഖ്യത്തിൽ നിന്ന് പിന്മാറി. അവരതിനെ ഷെയർ തരില്ലെന്ന് പറഞ്ഞു. മാത്രമല്ല, CMEV6ൽ നിന്നുള്ള പിന്മാറ്റത്തിന് പിന്നാലെ ചൈന സ്വന്തമായി ഒരു സമാന്തര ഇൻ്റർനെറ്റ് ഹൈവേ പ്രഖ്യാപിച്ചു. പേര് EMA, യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് ഏഷ്യ.
സീമി V6 കേബിൾ കടന്നു പോകുന്ന അതേ റൂട്ടിലൂടെ, അതായത് ഹോങ്കോങ്, സിംഗപ്പൂർ, പാകിസ്ഥാൻ, ഈജിപ്ത്, ഫ്രാൻസ് വഴി തന്നെയാണ് EMA കേബിളും പോവുക. കേബിൾ ഇടുന്നത് ഹുവാവെ തന്നെ. ചൈനീസ് ടെലികോം ഭീമന്മാരുടെ പൂർണ്ണ ഉടമസ്ഥതയിലാണ് ഈ കേബിൾ. അങ്ങനെ അന്നു മുതലാണ് ലോകത്തിൽ 2 ഇൻ്റർനെറ്റ് ഉണ്ടായത്. ഒന്ന് അമേരിക്കൻ ഇൻ്റർനെറ്റും 2 ചൈനീസ് കൺട്രോളിലുള്ള ഇൻ്റർനെറ്റും. 2 വേഗത, 2 കണ്ടന്റ്, 2 പൊളിറ്റിക്സ്. ചൈന കയറി അടിക്കുന്നത് അവിടെ നിർത്തിയില്ല. സൗത്ത് ചൈന കടലിൽ അമേരിക്ക എപ്പോൾ കേബിൾ ഇടാൻ വന്നാലും ചൈന ഉടക്കുമായി വരും. ചൈനയുടെ പ്രത്യേക സാമ്പത്തിക മേഖല വഴി കടന്നുപോകുന്ന വിദേശ കേബിൾ കപ്പലുകൾക്ക് അനുമതി നൽകുന്നത് ചൈന മനഃപൂർവ്വം വൈകിപ്പിച്ചു. 12 മുതൽ 18 മാസം വരെയാണ് അനുമതികൾക്കായി കപ്പലുകൾ കാത്തുകിടന്നത്. ഈ തടസ്സം ഒഴിവാക്കാൻ അമേരിക്കൻ ടെക് കമ്പനികൾ അവരുടെ കേബിളുകൾ ദക്ഷിണ ചൈന കടൽ ഒഴിവാക്കി ഫിലിപ്പീൻസിന് തെക്കുള്ള സെലിബീസ് കടൽ വഴി തിരിച്ചുവിട്ടു. കേബിളുകളുടെ നീളം കൂടിയപ്പോൾ ചെലവും കൂടി, സ്പീഡ് കുറഞ്ഞു. കാര്യങ്ങൾ പിന്നെയും ഇൻട്രസ്റ്റിംഗ് ആക്കിക്കൊണ്ട് അടുത്ത സംഭവം ഉണ്ടായി. ഫിൻലൻഡിനെയും എസ്റ്റോണിയയെയും ബന്ധിപ്പിക്കുന്ന ബാൾട്ട് കണക്ടർ ഗ്യാസ് പൈപ്പ് ലൈനും ടെലികോം കേബിളുകളും ഒരു ദിവസം പൊട്ടി കടലിൽ ഒഴുകി നടന്നു. ചൈനീസ് ചരക്ക് കപ്പലായ ന്യൂ പാൻഡാബ കടലിൻ്റെ അടിത്തട്ടിലൂടെ കപ്പലിൻ്റെ നങ്കൂരം വലിച്ചിഴച്ചതാണ് അപകടത്തിന് കാരണമെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇത് മനഃപൂർവ്വം ചെയ്ത അട്ടിമറിയാണെന്ന് ആരോപിച്ച് അമേരിക്ക രംഗത്ത് വന്നു. ചൈന പതിവ് പോലെ അമേരിക്കയെ തള്ളി പറഞ്ഞു. അധികം വൈകാതെ ബാബ് എൽ മന്ദേബ് കടലിടുക്കിൽ ഹൂത്തി വിമതർ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ അണ്ടർ വാട്ടർ കേബിൾ പൊട്ടി. അത് ചൈന ഹൂത്തികളെ കൊണ്ട് പറഞ്ഞു ചെയ്യിച്ചതാണെന്ന് അമേരിക്ക കുറ്റപ്പെടുത്തി. ഹൂത്തികളുടെ ആക്രമണത്തിൽ തകർന്ന റൂബിമാർ എന്ന ചരക്ക് കപ്പലിൻ്റെ നങ്കൂരം കൊണ്ടാണ് സീകോം, AAE-1, EIG തുടങ്ങി 3 പ്രധാന കേബിളുകൾ ഡിസ്കണക്റ്റ് ആയത്. ഏഷ്യയിലെയും യൂറോപ്പിലെയും മിഡിൽ ഈസ്റ്റിലെയും ഇൻ്റർനെറ്റ് ട്രാഫിക്കിങ്ങിൻ്റെ 25% ദിവസങ്ങളോളം നിലച്ചുപോയി. ഇടഞ്ഞു നിൽക്കുന്ന ചൈനയെ ലോക ഇൻ്റർനെറ്റ് ഭൂപടത്തിൽ നിന്ന് മായ്ച്ചു കളയുന്നത് അത്ര എളുപ്പമല്ല. ഭൂമിയുടെ നടുവിലാണവർ. അപ്പുറവും ഇപ്പുറവുമായി വലിയ സമുദ്രാതിർത്തികളിൽ അവർക്ക് സ്വാധീനമുണ്ട്. എന്നാലും ഗൂഗിളിലും മെറ്റയ്ക്കുമെല്ലാം ചൈനയെ ഒഴിവാക്കേണ്ടത് അനിവാര്യതയായിരുന്നു. അവർ അതിനുള്ള പണി നോക്കി. അതിലൊന്നാണ് ഹംബോൾട്ട് കേബിൾ. തെക്ക് അമേരിക്കയിൽ കിടക്കുന്ന ചിലിയെയും അങ്ങ് ദൂരെ പസഫിക് താണ്ടി അപ്പുറമുള്ള ഓസ്ട്രേലിയയെയും നേരിട്ട് ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ ഓഷ്യൻ സർഫസ് കേബിളാണ് ഗൂഗിളിൻ്റെ ഹംബോൾട്ട് കേബിൾ. ഗൂഗിളിൻ്റെ ഈ റൂട്ട് വടക്കൻ അമേരിക്കൻ തീരങ്ങളിലൂടെയോ ചൈനീസ് കടലിലൂടെയോ കടന്നു പോകുന്നില്ല. വടക്കേ അമേരിക്കയെയും ചൈനയെയും പൂർണ്ണമായും ഒഴിവാക്കി കൃഷ്ണാർദ്ധഗോളത്തിലൂടെ നേരിട്ട് ഡാറ്റ ട്രാൻസ്ഫർ നടത്താൻ ഇത് ഒന്നന്തരാശയാണ്. പിന്നൊന്നാണ് ഫാർ നോർത്ത് ഫൈബർ. യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിച്ചിരുന്നത് സൂയസ് കനാൽ, ചെങ്കടൽ, മലാക്ക കടലിടുക്ക്, ദക്ഷിണ ചൈന കടൽ എന്നിവയാണ്. ഹൂത്തി ആക്രമണങ്ങളും ചൈനയുമായുള്ള സംഘർഷങ്ങളും ഈ പാതകൾ ഡേഞ്ചറസ് ആക്കി. ഇതിന് പരിഹാരമായി യൂറോപ്യൻ അമേരിക്കൻ കമ്പനികൾ ചേർന്ന് ആർട്ടിക് സമുദ്രത്തിലെ നോർത്ത് വെസ്റ്റ് പാസേജ് വഴി കടന്നുപോകുന്ന ഫാർ നോർത്ത് ഫൈബർ പദ്ധതിക്ക് തുടക്കമിട്ടു. ഈ റൂട്ട് യൂറോപ്പിനെയും ജപ്പാനെയും ആർട്ടിക് കടലിൻ്റെ അടിത്തട്ടിലൂടെ ബന്ധിപ്പിക്കും. കുറച്ച് ഹിമക്കരടികളല്ലാതെ അവിടെ വേറൊരു ശല്യമില്ല. കടലിലെ ഫൈബർ കേബിളുകൾ കരയിലെത്തുന്ന ലാൻഡിംഗ് സ്റ്റേഷനുകളിലും കാര്യമായ മാറ്റം വന്നു. കഴിഞ്ഞ 20 വർഷമായി ഏഷ്യയിലെ ഏറ്റവും പ്രധാന അന്താരാഷ്ട്ര ലാൻഡിംഗ് ഹബ്ബ് ഹോങ്കോങ് ആയിരുന്നു. പസഫിക് ലൈറ്റ് കേബിൾ നെറ്റ്വർക്കിൽ നിന്ന് ഹോങ്കോങ്ങിനെ ഒഴിവാക്കിയപ്പോൾ അവരുടെ സുവർണ്ണകാലം അവസാനിച്ചു. പകരം സിംഗപ്പൂർ, ജപ്പാൻ, തായ്വാൻ, ഗുവാം, UAE എന്നിവിടങ്ങളിലേക്ക് ഹബ്ബ് മാറി. ഇവയെല്ലാം ബീജിങ്ങിൻ്റെ റേഞ്ചിനപ്പുറത്താണ്. അമേരിക്കയും ഹാപ്പിയാണ്. ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ ഇടുന്നതിനേക്കാൾ പാടാണ് അതിൻ്റെ മെയിൻ്റനൻസ്. കടലിനടിയിൽ കേബിളുകൾക്ക് കേടുപാടുകൾ വന്നാൽ നന്നാക്കാൻ ഹൈ എൻഡ് ടെക്നോളജി ഉള്ള കേബിൾ റിപ്പയർ ഷിപ്പുകൾ വേണം. ഈ രംഗത്ത് കുത്തകയുള്ളത് ഒരു ചൈനീസ് കമ്പനിക്കാണ്. പേര് SB സബ്മറൈൻ സിസ്റ്റംസ്. അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസികളുടെ കണ്ണിലെ കരടാണ് ഇന്നീ കമ്പനി. അറ്റകുറ്റപ്പണികളുടെ മറവിൽ SBSSൻ്റെ കപ്പലുകൾ അമേരിക്കയുടെ കടലിൻ്റെ അടിത്തട്ടിലെ കൃത്യമായ മാപ്പിങ്ങും നേവൽ ഇൻ്റലും ശേഖരിക്കുന്നുവെന്നാണ് ആരോപണം. മാത്രമല്ല, അമേരിക്കയുടെ ഉടമസ്ഥതയിലുള്ള കേബിളുകൾക്ക് സമീപം അത്യാധുനിക സബ്മെർസിബിളുകൾ ഉപയോഗിച്ച് ചൈനീസ് കേബിൾ മെയിൻ്റനൻസ് ഷിപ്പുകൾ പ്രവർത്തിക്കുമ്പോൾ ഭാവിയിൽ എന്തെങ്കിലും അമേരിക്ക ചൈന യുദ്ധമുണ്ടായാൽ ഈ കേബിളുകൾ മുറിച്ചു മാറ്റാനുള്ള കേബിൾ കട്ടിംഗ് ടെക്നോളജി ചൈന നേടുന്നുവെന്നും ആരോപണമുണ്ട്. കേബിളുകൾ മുറിക്കാതെ തന്നെ ഒപ്റ്റിക്കൽ ഫൈബറുകളിൽ പ്രത്യേക ഡിവൈസുകൾ വെച്ച് വിവരങ്ങൾ ചോർത്താനുള്ള ഡാറ്റ ഇൻ്റർസെപ്ഷൻ സാധ്യതയും അമേരിക്ക തള്ളിക്കളയുന്നില്ല. കടലിനടിയിൽ നടക്കുന്ന ഈ കഥകളെല്ലാം ചേർന്ന് ഗ്ലോബൽ ഇൻ്റർനെറ്റ് മാറി മറിഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയില്ല. ഒരു കാലത്ത് ലോകത്തെ മുഴുവൻ ഒന്നിച്ചു നിർത്തിയ യുണൈറ്റഡ് ഇൻ്റർനെറ്റ് ഇന്ന് സ്പ്ലിൻ്റർനെറ്റ് എന്ന പേരിൽ വിഭജിക്കപ്പെട്ട ഡിജിറ്റൽ ലോകമായി മാറിയിരിക്കുന്നു. അതിൻ്റെ ഒരറ്റത്ത് വെസ്റ്റേൺ അലയൻസ്. അവിടെ അമേരിക്കയും യൂറോപ്പും ജപ്പാനുമെല്ലാം കൈകോർത്തിരിക്കുന്നു. സുരക്ഷിതമായ ഫൈബർ പാതകളിലൂടെ ഈ രാജ്യങ്ങളിലെ ഡാറ്റ സഞ്ചരിക്കുന്നു. ഹൈ എൻക്രിപ്ഷനും ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളും ഉണ്ട്. അന്താരാഷ്ട്ര പണമിടപാട് ശൃംഖലയായ സ്വിഫ്റ്റ് അതിൻ്റെ 100% ഡാറ്റ ട്രാൻസ്ഫറും നടത്തുന്നത് വെസ്റ്റേൺ അലയൻസിൻ്റെ കേബിളുകളിലൂടെയാണ്. മറ്റേറ്റത്ത് ചൈനീസ് മോഡൽ സോൺ. ചൈനയുടെ ഡിജിറ്റൽ സിൽക്ക് റോഡിൻ്റെ കീഴിൽ ആഫ്രിക്ക, ഇറാൻ അടക്കമുള്ള മിഡിൽ ഈസ്റ്റ്, തെക്കേ അമേരിക്കയിലെ ചില രാജ്യങ്ങൾ എന്നിവരാണ് അവിടെയാണ് നടക്കുന്നത്. ആ ഇൻ്റർനെറ്റിൽ എന്താണ് നടക്കുന്നതെന്ന് ലോകത്തിന് ഒരെത്തും പിടിയില്ല. ബീജിംഗ് പറയും, മറ്റുള്ളവർ കേൾക്കും.